അന്തസ്സായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതിയോ? മെയ് 21, 22 തീയതികളിലാണ് അനിൽ ബാലചന്ദ്രൻ ഒരു വോയിസിൽ ഇറക്കിയിട്ടുണ്ട്. 10,000 ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. കാരണം സിത്താരയുടെ പരിപാടിയുണ്ട്, ഡാപ്സി വരുന്നുണ്ട്, അതേപോലെ പാനൽ ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ബിസിനസ് കോൺക്ലേവ് ആണ്. അപ്പം ആ ഒരു കോൺക്ലേവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അനിൽ ബാലചന്ദ്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ അങ്ങേരോട് ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം, ഞാനിവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട്, അത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്, അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ തെറി വിളിക്കുന്നത്. ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത്. ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ? എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. പുള്ളിയുടെ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് 4 lakh rupees ആയിരുന്നു. അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ 4 lakh എമൗണ്ട് പ്ലസ് GST കൊടുത്തിട്ടുണ്ട്. പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പണ്ട് ശ്രീനിവാസ് ഒരു സിനിമയെ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രെയിനർ കോഴിക്കോട് വരും എന്നൊക്കെ പറഞ്ഞ് അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മൂല്യം കിട്ടണമെന്ന് പറഞ്ഞു. അതിനുള്ള മൂല്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കലും ഫോൺ കോളുകളായിട്ടും ഫ്ലെക്സുകൾ വെക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത്. അത്തരം ഓഡിയൻസ് അങ്ങേര് എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസ് അവിടെ എത്തിയിട്ടില്ല. കാരണം അങ്ങേര് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്, അടുത്ത ദിവസം ഞാൻ 5000-ലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോവുകയാണെന്ന്. പക്ഷെ അത്ര ആൾക്കാരില്ല. എല്ലാ ചാനലിലടക്കം പരസ്യങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല, അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെറി അഭിഷേകമാണുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ അതിൽ പങ്കെടുക്കാത്തത്. ബാക്കി എല്ലാ പ്രോഗ്രാമും ആൾക്കാരുണ്ട്, ക്രൗഡഡ് ആണ്. എടോ തന്നെ വിളിച്ചോ? ഞാൻ ശരി ഓക്കെ. ഓക്കെ ഇല്ല, കൃത്യസമയത്ത് വന്നില്ല. പുള്ളി 1:45 എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. 2 മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും. പക്ഷേ അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻ ഉണ്ടായിരുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. വൺസ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല, പുറത്തേക്ക് പോകാനും പാടില്ല. അങ്ങനെയൊക്കെ വൻ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത്. അത് കാരണമാണ് ഞങ്ങൾ 1:45 എന്ന് പറഞ്ഞത്. പക്ഷേ 2 മണിയായിട്ടും പുള്ളി എത്തിയില്ല. അതിനിടയിൽ 2:45 വരെ ഞങ്ങളെ കൊണ്ട് തീറ്റിപ്പിച്ചു. കാരണം അദ്ദേഹം ട്രൈപ്പൻ്റെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത്. അവിടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ക്ലാസ് എടുക്കില്ല, ഫണ്ട് ഫുൾ റീഫണ്ട് ചെയ്യാം. ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല. പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരുന്നതാണ്. ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയാവാം, അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇതിനിടയിൽ ഒരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു. പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു. ആ 4 lakh എമൗണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് പുറമെ പുള്ളിയുടെ ഇതൊരു പാർട്ണറിൻ്റെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എമൗണ്ട് കിട്ടിയാലേ ചെയ്യുള്ളൂ, അതുപോലെ തന്നെ ഞങ്ങൾക്കും എമൗണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിൻ്റെ കലിപ്പോണ്ടാവാമെന്ന് അറിയില്ല. അതൊക്കെ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് കലിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്ന്. സത്യമാണ്, പുള്ളി വെള്ളം കുടിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. കാരണം ഇത്രയും പബ്ലിക്കിനെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് മറുപടി പറയാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്രൈപ്പനിൽ പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോയി. പക്ഷേ അപ്പോഴേക്കും പുള്ളി പല ആൾക്കാരുടെയും വാക്കുകൾ കേട്ടിട്ടാവാം, പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ വിളിപ്പിച്ചിരുന്നു, അതുകൊണ്ടാവാം പുള്ളി വന്നത്. പുള്ളി വന്നപ്പോൾ 2:45 ഇത്ര ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. പക്ഷേ ഇത്രയും പബ്ലിക് ബുദ്ധിമുട്ടുണ്ടായത് അന്ന് രാത്രി സിത്താരയുടെ പരിപാടി നമുക്കുണ്ടായിരുന്നു.
4:30 നമുക്ക് സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പുള്ളി 4:30 പരിപാടി നിർത്തിയില്ല, 5:30 വരെ കൊണ്ടുപോയി. അത് കാരണം സിത്താരേൻ്റെ പരിപാടി ലേറ്റ് ആവാണ്. നമുക്ക് 10 മണി വരെ പ്രോഗ്രാം നടത്താനുള്ള പെർമിഷനുള്ളൂ. അപ്പം അതിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ 4:30 സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അത് കാരണമാണ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. പുള്ളി ഒരു തരം പ്രതികാരദാഹിയെ പോലെയാണ് ഇതാക്കുന്നത്. ഇപ്പോഴും പ്രതികാരം തന്നെയാണ് എല്ലാത്തിലും. നമ്മളെല്ലാവരും ഇത്രയും കാത്തുന്ന ആളില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കോഴിക്കോട് വരുന്നു. ഇതൊരു 500 തവണ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട്. ആള് വരണ്ടേ? കാരണം ഈ പ്രോഗ്രാം എല്ലാം കൊണ്ടും ഒരു വിജയം തന്നെയാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് ന്യൂസ് പറകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു പരാതികളായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടോ പോകാത്തത്. പക്ഷേ ഇപ്പം എല്ലാവരും ഇത് ചോദിക്കുന്നതുകൊണ്ട് ഇതിന് ഉത്തരം നൽകുന്നു എന്ന് മാത്രം. ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലും പിടിപ്പിക്കണം. കാരണം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ്. ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ്. അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ടിക്കറ്റുകൾ എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പേടിഎമ്മിലുണ്ട്, അതേപോലെ തന്നെ ബുക്ക് മൈ ഷോയിലുണ്ട്. നമുക്കൊരു നമ്മുടേതായ വെബ്സൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം, അതേപോലെ യൂട്യൂബ് പോസ്റ്റ്, എല്ലാ രീതിയിലും ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റോട്ടറി ഇൻ്റർനാഷണൽ നടത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും വിളിച്ചു വരും ചെയ്തു. പക്ഷേ ആർക്കും ഇങ്ങേരുടെ ഈ ഒരു അസഭ്യ പറച്ചിലുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്. അല്ല, നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ, അല്ലെങ്കിൽ ഏതോ നേരം പരിപാടി നമ്മളിതാക്കി നമുക്ക് സമയത്തിന് വലിയാത്ത ആൾക്കാരോ 1.5 മണിക്കൂർ ഇയാൾ പൈസ വാങ്ങിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കേണ്ട നമ്മളാണ്.